ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൂഫി സന്യാസി ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ 813-ാം ഉർസിന്റെ ശുഭമുഹൂർത്തത്തിൽ അജ്മീറിലെ ദർഗാ ഖ്വാജ സാഹിബിലേക്ക് ചാദർ അയക്കുന്ന പതിവ് ഇത്തവണയും തുടർന്നു. ന്യൂനപക്ഷകാര്യമന്ത്രി ശ്രീ കിരൺ റിജിജു പ്രധാനമന്ത്രിയെ പ്രതിനിധീകരിച്ച് 2025 ജനുവരി 4-ന് ദർഗാ ഷെരീഫിന് ചാദർ സമർപ്പിച്ചു. 2014-ൽ പ്രധാനമന്ത്രിയായപ്പോൾ മുതൽ ശ്രീ നരേന്ദ്രമോദി എല്ലാ വർഷവും വാർഷിക ഉർസിന്റെ അവസരത്തിൽ ദർഗാ ഖ്വാജ സാഹിബിൽ ചാദർ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം ഇത് 11-ാം തവണയാണ് പ്രധാനമന്ത്രി ഈ പവിത്ര പാരമ്പര്യത്തിന്റെ ഭാഗമായത്. ഖ്വാജ ഗരീബ് നവാജിന്റെ ദർഗയിൽ ചാദർ സമർപ്പിക്കുന്നത് ഇന്ത്യയുടെ സമ്പന്നമായ ആത്മീയ പൈതൃകം, സദ്ഭാവന, കരുണ എന്നിവയോടുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഗഹനമായ ആദരവിനെ സൂചിപ്പിക്കുന്നു. ദർഗാ ഷെരീഫിൽ ചാദർ സമർപ്പിച്ച ശേഷം ന്യൂനപക്ഷകാര്യമന്ത്രി ശ്രീ കിരൺ റിജിജു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദേശം വായിച്ചു. ഗരീബ് നവാസിന്റെ 813-ാം ഉർസ് മുബാരക്കിന്റെ അവസരത്തിൽ ലോകമെമ്പാടുമുള്ള അവരുടെ അനുയായികൾക്കും അജ്മീർ ഷരീഫിൽ വന്നിട്ടുള്ള എല്ലാ ഭക്തർക്കും ഹാർദമായ ശുഭാശംസകൾ. വിവിധ കാലഘട്ടത്തിൽ നമ്മുടെ സന്തുകൾ, പീർ, ഫക്കീർ, മഹാന്മാർ മുതലായവർ തങ്ങളുടെ ക്ഷേമ ചിന്തകളോടെ ജനങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു. ഈ ശൃംഖലയിൽ ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയുടെ പൊതുക്ഷേമവും മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ജനങ്ങളിൽ മായാത്ത ഒരു അടയാളം സൃഷ്ടിച്ചു. അദ്ദേഹത്തോട് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ആഴത്തിലുള്ള വിശ്വാസമുണ്ട്. സമൂഹത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതം നമ്മുടെ തലമുറകളെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ വാർഷിക ഉർസ് ആഘോഷം ജനങ്ങളുടെ പരസ്പര ബന്ധം ശക്തമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും. എനിക്ക് വിശ്വാസമുണ്ട് ഈ അവസരം ജനങ്ങൾക്ക് രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രേരണ നൽകും. വാർഷിക ഉർസിന്റെ അവസരത്തിൽ ദർഗാ ഷെരീഫിനായി ചാദർ അയച്ചുകൊണ്ട് ഞാൻ ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയെ നമിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ രാജ്യക്കാർക്ക് സന്തോഷവും അഭിവൃദ്ധിയും നേരുന്നു. നരേന്ദ്രമോദി. അജ്മീറിൽ എല്ലാ വർഷവും സൂഫി സന്ത് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ വാർഷിക ഉർസ് നടക്കുന്നുണ്ട്. അവിടെ ദശലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ രാജ്യത്തും വിദേശത്തും നിന്നുമായി വരുന്നു. ഭാരത സർക്കാരിന്റെ ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഉർസ് സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഉർസിന്റെ വേളയിൽ ദർഗാ പരിസരത്തും ചുറ്റുപാടും വൃത്തിയിലും ശുചിത്വത്തിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. തീർത്ഥാടകർക്കുള്ള താമസ സൗകര്യം, സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കൽ, CCTV ക്യാമറ, വൈദ്യുതി, വെള്ളം, പാർക്കിംഗ് എല്ലാം മികച്ചതാണെന്ന് ഉറപ്പാക്കാൻ ന്യൂനപക്ഷകാര്യ മന്ത്രാലയം നിരന്തരം ജില്ലാ ഭരണകൂടവും ദർഗയുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഇരുന്ന് സമന്വയം സ്ഥാപിക്കുന്നു. ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ഡോക്ടർ ചന്ദ്രശേഖർ കുമാർ പ്രധാനമന്ത്രി ചാദർ സമർപ്പിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ദർഗ സന്ദർശിച്ച് ക്രമീകരണവും സംവിധാനവും വിലയിരുത്തി. സാഹോദര്യം, മാനവികത, സാമുദായിക ഐക്യം എന്നിവയ്ക്ക് പേരുകേട്ട സൂഫി സന്ത് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ ദർഗയിൽ ഉർസ് ആഘോഷിക്കുന്നതിന് ഒരു നീണ്ട പാരമ്പര്യമുണ്ട്. ദർഗ സൂഫി സന്തുകളുടെ ശവസംസ്കാരത്തിന്റെ സ്ഥാനമാണ്. അവിടെ അവരുടെ അനുയായികൾ സന്തുകളുടെ മരണശേഷം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. സന്ത് ഖ്വാജ ഗരീബ് നവാജിന്റെ ശവകുടീരമായ ദർഗ 800 വർഷത്തിലേറെയായി നിലവിലുണ്ട്. ഉർസ് സൂഫി സന്തുകളുടെ മരണദിനമാണ്. ഇതിനർത്ഥം സർവശക്തനായ ദൈവവുമായുള്ള ആത്മാവിന്റെ കൂടിക്കാഴ്ച. ഇത് അനുയായികളെ സംബന്ധിച്ച് ആഘോഷിക്കാനുള്ള അവസരമായി കണക്കാക്കപ്പെടുന്നു. അതായത് ഒരു വിശുദ്ധൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹം തന്റെ ഗുരുവിനോട് കൂടുതൽ അടുക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അതൊരു ആനന്ദകരമായ അവസരമാണ്. ഖ്വാജ സാഹിബിന്റെ ഉർസിന്റെ വേളയിലും
രാജ്യത്തും വിദേശത്തും നിന്ന് വിവിധ മതങ്ങളിലെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അജ്മീറിൽ വന്ന് ദർഗയിൽ ചാദർ സമർപ്പിക്കുന്നു. ഹസ്രത്ത് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയിലെ ദർഗയിൽ ആചരിക്കുന്ന ഉർസ് ഇന്ത്യയുടെ സാംസ്കാരിക ഐക്യത്തിന്റെയും പരസ്പര സാഹോദര്യത്തിന്റെയും പ്രതീകമാണ്. കൂടാതെ വൈവിധ്യത്തിൽ ഏകത്വം എന്ന നമ്മുടെ സംസ്കാരത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നു.